എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും എന്നെ അറിയാന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാൻ ഒന്നുകൂടി എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് കനകരത്നം. ഇന്നലെ വരെ ഈ കമ്പനി ഞാനുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഈ നിമിഷം മുതല് ഈ കമ്പനിയുടെ ഓണർ ഈ ഞാനാണ്. അതുകൊണ്ട് ഇന്ന് മുതല് ഈ കമ്പനിയായിട്ട് സംബന്ധിച്ച എല്ലാ ലാഭവിവര കണക്കുകളും ഈ ഞാനും കൂടി അറിയണം. അതുകൊണ്ട് ഇന്ന് മുതൽ എന്നെ ഓണറായി കണക്കാക്കി ഞാൻ പറയുന്നത് പോലെ കേട്ടിട്ട് അതുപോലെ തന്നെ ചെയ്യണം. എടാ മോനെ, ഇതെന്താടാ കനകരത്ന ഇത്രയും വലിയ കാര്യങ്ങൾ സംസാരിച്ചിട്ടും ഇവന്മാരൊക്കെ ഷോക്ക് അടിച്ച കാക്കിയെ പോലെ നിൽക്കുവാണല്ലോ ഇവിടെ. അതെ അതെ, എല്ലാവർക്കും ഷോക്കായിട്ടിരിക്കുക. അതെ പിള്ളേരെ, ഇത് പറഞ്ഞതൊക്കെ നല്ല കാര്യമാ. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നേ. ആ മതി 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 മതി. ഈ പണി എടുക്കുന്ന നേരത്ത് ഇവിടെ നിന്നിങ്ങനെ കൈയടിച്ച് നിന്നാ ഇന്ന് ചെയ്യേണ്ട ജോലിയൊന്നും തീരില്ലല്ലോ. അങ്ങനെ നമ്മുടെ കമ്പനിക്ക് നഷ്ടം വരുത്തരുത് ആരും. ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആക്കരുത്. വേഗം വേഗം പണിയെടുത്തോ. വേഗം ചെല്ല്. അയ്യോ, എല്ലാരും ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ. ഒരു പ്രധാന കാര്യം കൂടി. ദാ ഇവിടെ ഇങ്ങനെ നിക്കുന്ന ഇവളെ കണ്ടില്ലേ? ഈ സാമ്പാറ്. ഇവള് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ആലോചനകൾ തപ്പാൻ വേണ്ടിയാ നമ്മുടെ ഓഫീസിൽ വന്നെ. അതുകൊണ്ട് എല്ലാവരും ഓർമ്മയിൽ ഒരു കാര്യം സൂക്ഷിച്ചോ. ഇവളെ പോലുള്ളവരാരും തന്നെ സഹായിക്കാൻ നിക്കണ്ട. ആദ്യം തന്നെ ഇവളെ പിടിച്ച് പുറത്താക്ക്. അല്ല, ആരാ ഇവിടുത്തെ വാച്ച്മാൻ? ഇവളെ പിടിച്ച് പുറത്താക്കാൻ പറ. ഹലോ, എന്താ പറഞ്ഞേ? നിന്നെ കഴുത്തി പിടിച്ച് പുറത്താക്കാൻ. എന്റെ കഴുത്തിന് പിടിച്ച് പുറത്താക്കാനുള്ള അധികാരം നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളെ ജനിപ്പിച്ച അച്ഛന് പോലുമില്ല. ആ, അതിന് നീ ഇപ്പൊ എന്തിനാ എന്റെ ഭർത്താവിനെ വലിച്ചഴിക്കുന്നേ? അയാള് മരിച്ചു പോയിട്ട് ഒരുപാട് വർഷമായി. ഓ, അങ്ങനെയാണോ? എന്നെ പുറത്താക്കാൻ നിങ്ങളുടെ മോളെ കൊണ്ട് മാത്രമല്ല, നിങ്ങളെ കൊണ്ട് പോലും പറ്റില്ല. എന്റെ ഓഫീസിൽ നിന്നിട്ട് എന്നോട് ചലഞ്ച് ചെയ്യുന്നു നീ? ഇറങ്ങി പോടി അവിടുന്ന്. നിങ്ങളങ്ങനെ ചാടിക്കേറി പറയാതെ. എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാൻ നിങ്ങൾക്ക് യാതൊരുവിധ അധികാരവും യോഗ്യതയുമില്ല. ഈ ഓഫീസ് ഇപ്പൊ എന്റേതാണ്. ഇതെന്റെ ഓഫീസാ. ഇതെന്റെ ഓഫീസാ. എന്താന്ന്? അതെ, ഇതെന്റെയും കൂടി ഓഫീസാ. ഞാനും ഇപ്പൊ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളാ. ഓ, നീ ഇവിടെ ജോലി ചെയ്യുന്നു പറയുവാണോ? ഇതെന്താ യൂണിയനാണോ? അതിരിക്കട്ടെ, നീ എപ്പോഴാ ജോയിൻ ചെയ്തത്? എന്തായാലും ശരി, ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ നിന്ന് നിന്നെ തൂക്കി എറിയാൻ പോവാ. വെളിപ്പോ എടി, ഇറങ്ങി പോവാൻ പോ. അങ്ങനെ എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ ഞാനൊന്നും നിങ്ങളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി ഇവിടെ ജോലി ചെയ്യുന്ന ആളല്ല. എനിക്ക് ഈ കമ്പനിയായിട്ട് 10% പാർട്ട്ണർഷിപ്പ് ഉള്ള ആളാ. പറഞ്ഞു വന്നാ ഞാനും ഓണറാണ്. മാളവിക, ഇവള് പറഞ്ഞത് സത്യാണോ? അതെ, ഗീതയുടെ ചേച്ചി പൂർണിമയും ഈ ഓഫീസിൽ വർക്കിംഗ് പാർട്ട്നേഴ്സ് ആയിട്ട് ജോയിൻ ചെയ്തു. അവരെ ഇവിടുന്ന് നിങ്ങൾക്ക് ഒരിക്കലും പുറത്താക്കാൻ പറ്റില്ല. എഗ്രിമെന്റിൽ ഞങ്ങൾ 2 കൂട്ടരെ സൈൻ ചെയ്ത് എല്ലാം റെഡിയായി കഴിഞ്ഞിരിക്കുക. അത് ക്യാൻസൽ ചെയ്തേക്ക്. ഹലോ, അങ്ങനെയൊന്നും നിങ്ങളുടെ ഇഷ്ടത്തിന് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഈ കാര്യം പോലും ആദ്യം തന്നെ ഞങ്ങൾ എഗ്രിമെന്റിൽ എഴുതിയിട്ടുണ്ട്. എന്തായാലും ശരി, എന്ത് പ്രശ്നം ഉണ്ടായാലും 1 വർഷം വരെ ഈ എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല എന്ന് ഞങ്ങൾ എഴുതി വാങ്ങിയിട്ടുണ്ട്.
സോ നിങ്ങളെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ എനിക്ക് ചെയ്യാൻ പറ്റാത്തത് ഒന്നും തന്നെ ഇല്ല. നോക്കിക്കോ, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റൂന്ന് നിനക്ക് കാണിച്ചു തരാം. എന്താ ചേച്ചി ഇതൊക്കെ? എന്ത് ചെയ്യാനാ, എല്ലാം എന്റെ തലയിലെടുത്ത. അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ മുതലും പലിശയും മുഴുവനും തിരിച്ചു കൊടുക്കുന്നത് വരെ ഈ ഓഫീസ് അവരുടേതായിരിക്കും എന്റെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങി. മോളെ ലതേ, മോളെ ലത, മോളെ. എന്താ അച്ഛാ? ഇത് വളരെ അത്ഭുതമാണല്ലോ. പതിവില്ലാതെ ഇന്നിവിടെ നല്ല സമാധാനം ഉണ്ടല്ലോ. അമ്മ രാവിലെ ഇവിടുന്ന് പുറത്തേക്ക് പോയതാ, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ലല്ലോ, അതാ കാര്യം. അങ്ങനെയാണോ? ആ കനക ഇതുവരെ വന്നില്ലേ? ഇല്ലച്ചാ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചപ്പോ ഒന്ന് കിടന്നുറങ്ങിയതാ. ഇവിടെ ആണെങ്കിൽ ഒച്ചയും ബഹളമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല. എന്നാ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോ സത്യമായിട്ട് മനസ്സിന് വലിയ സന്തോഷമുണ്ട്. ഇവിടെ എന്ത് സമാധാനമുണ്ട്. ഞാൻ പിറന്ന ഭൂമി, 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 ഞാൻ പിറന്ന ഭൂമി മുഴുവൻ അഴകുള്ള നാടുകൾ, ഞാൻ വസിക്കും വീട് അതിലും മനോഹരമായ ഇടം. ആനന്ദം വന്നു, ഹേ ഹേ, ആനന്ദം വന്നു, ആനന്ദം വന്നു, ആനന്ദം വന്നു. എന്തിനാ ഡാൻസ് കളിക്കുന്നത്? പിന്നെ ഡാൻസ് കളിക്കാതെ ഇവിടെ ദുഷ്ടശക്തികളൊന്നും ഇല്ലല്ലോ. ദുഷ്ടശക്തികൾ ആരാണച്ചാ? അതോ നിന്റെ മാമൻ പീതാംബരൻ, നിന്റെ മുത്തശ്ശി ശ്യാമള, നിന്റെ അമ്മ കനകരത്നം, ഇവര് 3 പേരും ചേർന്നാ വലിയ ദുഷ്ടശക്തിയാ. അവരിവിടെ ഇല്ലാത്തപ്പോ എന്ത് ശാന്തതയും എന്ത് സമാധാനവും നോക്കിയേ. എടാ, അവരിപ്പെങ്ങും വരില്ലെന്നാ തോന്നുന്നേ. കളക്ഷൻ എടുക്കാൻ വേണ്ടി പോയേക്കോന്നേ. കടം മേടിച്ചവന്മാരുടെ പുറകെ ഓടി നടക്കായിരിക്കും. അവന്മാരുടെ തലവിധി ഓടി നടക്കട്ടെ. നമുക്ക് ഇവിടെ ഇങ്ങനെ അടിപൊളിയായിട്ട് അങ്ങ് എൻജോയ് ചെയ്യാം. എൻജോയ് ചെയ്യാനേ എന്താ ഇനി നമുക്ക് ചെയ്യണ്ടേ? എന്ത് ചെയ്യൂന്നോ? സന്തോഷിച്ച് അന്താക്ഷരി കളിക്കാം. എടാ ബാലാജി, നീ പോയി തബല, ഹാർമോണിയം എല്ലാ പാണ്ടാരും എടുത്തോണ്ട് വാ. വേഗം ചെല്ല്. ഞാൻ നടക്കുന്നു. കൊണ്ടുപോവാ. അച്ഛാ, ഇത് പിടിച്ചോ. ഗോവിന്ദ, തുടങ്ങടാ. அட ஆள் தோட்ட பூபதி நானடா, அந்த அமர போட்ட பூபதியும் நானடா. ஒரு பாட்டு நான் பாட போறேன் கேளுடா, அந்த பாட்டு சொல்லும் சங்கதிய கேளுடா. இவ முத்தமெல்லாம் ஒரு குத்தாளம்மா, இவ மூடி வச்சா ஒரு முத்தாளம்மா. காதல் கல்யாணத்தை அந்த சாமி செஞ்சானடா. சாமி எந்த சாமி? அந்த சாமி கந்த சாமி. அட ஆள் தோட்ட பூபதி நானடா, அந்த அமர தோட்ட பூபதியும் நானடா. ബാലാജി, നീ പാടറാ. ഞാനാ ഡമ്മാരെ ഡമ്മാ 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 ഡം ഡം. ഡമ്മാരെ ഡമ്മാ 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 ഡം ഡം. ഡമ്മാരെ ഡമ്മാ ഡമ്മാ ഡമ്മാരെ ഡമ്മാരെ ഡം ഡം ഡമ്മാരെ ഡം. അന്തിക്കാടപ്പുറത്തൊരോലക്കൂട എടുത്ത് 4 കുട്ടി മുറുക്കി നടക്കണത് ആരാണ്? ആരാണ്? ഞാനല്ല, പരുന്തല്ല, തീരകളല്ല, ചെമ്മാനം വാഴണ തുറയരയൻ. അങ്ങേ കടവില് പള്ളി ഉറങ്ങാൻ മൂപ്പര് പോണതാണേ, മൂപ്പര് പോണതാണേ. എടാ തിരുപ്പതി, നീ പാടറാ. മോഹൻ നമ്മിൽ പ്രായം നൽകി, പ്രായം നെഞ്ചിൽ. എടാ, നീ പാടുന്ന തെറ്റാടാ. അക്ഷരം മാറ്റി പറ്റിക്കാൻ നോക്കല്ലേട്ടാ. ഒന്ന് പാട്. മായല്ലേ. മധുരയ്ക്ക് പോകാതെടി. ഇതൊക്കെ അല്ലേ? ഓക്കെ ഓക്കെ. ചെണ്ട കൊട്ടറാ. നീ പാട് പാട്. മധുരയ്ക്ക് പോകാതെടി, നിന്നെ
മല്ലിപ്പൂ കണ്ണ് വെക്കും തഞ്ചാവൂർ പോകാതടി തല ആട്ടാമ ബൊമ്മനിക്കും അസറുത് അസറുത് ഊർമൊത്തമ അത് എന്ന ഉൻ കുത്തമ അത് എന്ന ഉൻ കുത്തമ. ഇതെങ്ങനെയുണ്ട്? ഇതേ ഉള്ളല്ലേ അച്ഛന് കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി. അച്ഛാ, ഇത് അച്ഛന്റെ ജനറേഷൻ അല്ല, ഞങ്ങളുടെ ജനറേഷനിലെ പാട്ടുപാട്. അങ്ങനെയാണോ? പിന്നല്ലാതെ. കുടുക്കു പൊട്ടിയ കുപ്പായം ഉടുത്തു മണ്ടണ കാലത്ത് മിടിക്കി പെണ്ണെ എന്നുടെ നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ. കുടുക്കു പൊട്ടിയ കുപ്പായം ഉടുത്തു മണ്ടണ കാലത്ത് മിടിക്കി പെണ്ണെ എന്നുടെ നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ. നടുക്കിരുന്നവളാണേ നീ. നടുക്കിരുന്നവളാണേ നീ. ഓൺ ദ ഫ്ലോർ ബേബി, ഓൺ ദ ഫ്ലോർ ബേബി, ഓൺ ദ ഫ്ലോർ ബേബി, ബേബി. പണി പാളിയടാ. ഇത് കണ്ടോ പെങ്ങളെ, നമ്മളില്ലാത്ത സമയത്തെ വീട്ടിലാകെ കോലാഹലമായിരുന്നു തോന്നുന്നു. ഇവന്മാർക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പാട്ടും പാടി വെറുതെ സമയം കളയുക. 3 നേരം വെട്ടി വിഴുങ്ങി തിന്നാന്നുള്ളതല്ലാതെ വേറെ പണിയൊന്നുമില്ലല്ലോ, പിന്നെ പാട്ട് പാടി ഇരിക്കാലോ. അങ്ങനെയല്ല കനകം, വെറുതെ സമയം പോകാനായിട്ട്. അത് തന്നെയാ ഞാൻ പറഞ്ഞേ. വെറുതെ ഇരിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ സമയം പോവാനാ? ഒരു വേലയും കൂലി ഇല്ലാത്തവർക്ക് സമയം പോവാൻ പാടാണെന്നേ. ഇവന്മാരെ ഇങ്ങനെ വെറുതെ വിട്ടാലേ ഇവിടത്തെ താളം തന്നെ തെറ്റിപ്പോവും. ഞങ്ങള് താളത്തിലല്ലേ പാടിയേ? അത് ഞാൻ പാട്ടിന്റെ താളം ഉദ്ദേശിച്ചേ. പെങ്ങളെ, വേഗം ഇവർക്ക് എന്തിനും പണി കൊടുക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടും. നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ കിട്ടും, വാങ്ങിക്കോ. ഇന്ന് മുതല് ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുക. എന്താ പുതിയ ബിസിനസ്സോ? എന്താ കനക നീ പറഞ്ഞേ? നമുക്ക് പുതിയ ബിസിനസ്സാ? എന്ത്? നമ്മുടെ പലിശ ബിസിനസ് മറ്റു രാജ്യങ്ങളിലും ചെയ്യുന്ന പരിപാടിയാണോ? അതൊന്നും അല്ലെന്നേ. മാളവിക ഉണ്ടല്ലോ, മാട്രിമോണിയുടെ ഓഫീസ് വെച്ചിരിക്കുന്നവള്, അവള് നമ്മളോട് കടം വാങ്ങിയിട്ട് 10 പൈസ പലിശയും കെട്ടാതെ പറ്റിച്ചുകൊണ്ട് കറങ്ങി നടക്കുക. അതുകൊണ്ട് ഒന്നും നോക്കിയില്ല, ഞങ്ങൾ നേരെ ചെന്നിട്ട് ആ കമ്പനി ഞങ്ങൾ ഇങ്ങോട്ട് എഴുതി വാങ്ങി. ഇനി നമ്മുടെ കാശ് മൊത്തം കിട്ടുന്നവരേക്കും ആ കമ്പനി നമ്മുടെയാ. അതുകൊണ്ടെന്താ, നാളെ മുതൽ നമ്മൾ ബ്രോക്കർ പണി ചെയ്യോ? നാളെ മുതല് ഈ ബാലാജിയും ഗോവിന്ദനും അങ്ങോട്ട് പോയി ജോലിക്ക് കയറണം. അമ്മ, ഞങ്ങളാ? അതെ. എന്തേ, പറ്റില്ലേ നിങ്ങക്ക്? അതൊക്കെ ഇവന്മാര് ചെയ്തോളൂ, വേറെ എന്ത് മലമറിക്കാനാ ഇവിടെ. തിരുപ്പതി, അമ്മേ നീ എപ്പോഴും ബാങ്കിലെ കണക്കല്ലേ നോക്കാറുള്ളത്? ഇനി മുതല് ആ മാട്രിമോണി ഓഫീസിലെ കാര്യം കൂടി നോക്കണം. ശരി അമ്മേ. അമ്മോ, അതെ, നീയും ഞാനും രക്ഷപ്പെട്ടു. നമുക്ക് എന്തായാലും ജോലിയൊന്നുമില്ല. ആര് പറഞ്ഞില്ലെന്ന്? നിങ്ങൾക്കുണ്ട് ജോലി. ഞങ്ങളിപ്പോ എന്ത് ചെയ്യാനാ? ഞാൻ അതിനും ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. നേരം വെളുക്കട്ടെ പറയാം. അയ്യോ, ടൈം ബോംബ് വെച്ച പോലെ ഐഡിയ ഉണ്ടെന്ന് മാത്രം പറഞ്ഞു, എന്താന്ന് പറഞ്ഞില്ല. എന്താണോ എന്തോ. ചെല്ല്, നാളെ മുതല് എല്ലാവരും ജോലിക്ക് കയറണം. എങ്ങനെ വേണ്ടേന്ന് ആലോചിച്ചോ. വാലതാ, നമുക്ക് അടുക്കളയിലേക്ക് പോവാം. വാ വാ പോ. എന്താടാ നിന്റെയൊക്കെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അതിന് മാത്രം എന്താ സംഭവിച്ചേ? അത് വേറെ കാര്യമൊന്നുമല്ല ഏട്ടാ, അവര് രണ്ടുപേരും ഇന്ന് ആ കമ്പനിയിൽ ജോയിൻ ചെയ്തേ ഉള്ളൂ. നമ്മുടെ അമ്മയാണെങ്കിൽ ഇന്ന് പോയി ആ കമ്പനി എഴുതി വാങ്ങുകയും ചെയ്തു. ഞങ്ങൾക്ക് അവരെ കാണണമെങ്കിൽ അവിടേക്ക് പോയല്ലേ പറ്റൂ. അമ്മ അവിടെ ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും? ഞങ്ങള് കനകരത്നത്തിന്റെ മക്കളാണെന്ന് അവരറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഞങ്ങളുടെ പ്രേമം ഗോവിന്ദ ഗോവിന്ദ. നിനക്കൊക്കെ അങ്ങനെ തന്നെ വേണോടാ? രണ്ടും പ്രേമിക്കാൻ നടക്കുന്നല്ലേ? വേണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടാ? പ്രേമം പ്രേമം എന്നും പറഞ്ഞ് പോയതല്ലേ? ഇനി അനുഭവിക്കും. നീയൊക്കെ ഇനി എങ്ങനെ പ്രേമിക്കാൻ പോണെന്ന് എനിക്കൊന്ന് കാണണം. രണ്ടും കൂടി ഇതും പറഞ്ഞ് അങ്ങോട്ട് കേറി ചെല്ല്, കാണാം. ചേട്ടാ, എടാ ഇയാളെന്താ ഇങ്ങനെ? അച്ഛാ, കഴിക്കാൻ വാ. അമ്മ പെട്ടെന്ന് വാ. അമ്മേ, ഭക്ഷണത്തിന് മുൻപുള്ള ടാബ്ലറ്റ് കഴിച്ചായിരുന്നോ? ആ മോനെ, 1/2 മണിക്കൂർ മുന്നേ കഴിച്ചു.
ഗുളികയൊക്കെ കൃത്യമായിട്ട് നോക്കി കഴിച്ചോളേ, അങ്ങോട്ടുകൊണ്ട് മാറിപ്പോരുത്. ഇല്ലടാ, അതൊക്കെ ഗീത ഏതൊക്കെ എപ്പോഴൊക്കെ കഴിക്കണോന്ന് തരം തിരിച്ച് എല്ലാം ഓരോരോ ബോക്സിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒന്നും മാറിപ്പോവാറില്ല. അതെയോ? ശരി. എടി പൂർണി, വാ ഭക്ഷണം കഴിക്കാം. എന്ത് ചെയ്യാ അവിടെ? ഗീത, ഇന്നെന്താ മോളുണ്ടാക്കിയേ? ചപ്പാത്തി ഉണ്ടാക്കി. അല്ല മോളെ, പുതിയ ജോലി എങ്ങനെയുണ്ട്? നല്ലതാണോ? നീ വന്നപ്പോ തന്നെ ചോദിക്കണോന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു പാവം ജോലിയും കഴിഞ്ഞ് വന്നതല്ലേ, കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് സാവകാശം നിന്നോട് ചോദിക്കാന്ന് വിചാരിച്ചു. നല്ലതാണോ? നല്ലതാ മുത്തശ്ശി. ശമ്പളം എന്തോരുണ്ട്? ശമ്പളം ഒന്നും ഉണ്ടാവില്ല മുത്തശ്ശി. ആ, എന്താ ശമ്പളം ഇല്ലെന്നോ? എന്താ ഗീത ഇതൊക്കെ? ഇത് നോക്ക്, ശമ്പളം ഇല്ലാന്ന് പറഞ്ഞാ ഫ്രീ ആയിട്ട് ജോലി ചെയ്യുന്ന പോലെയല്ല. അതായത് ഇപ്പോ ഞങ്ങൾക്കുള്ള ഐഡിയാസ് എല്ലാം ആ കമ്പനിയിൽ ഉപയോഗിച്ച് നല്ല ലാഭത്തിൽ ആ കമ്പനി റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലാഭത്തിൽ നിന്ന് നമുക്കൊരു ഷെയർ കിട്ടുന്ന പറഞ്ഞ്. അതായത് നമ്മളും ആ കമ്പനിയുടെ ഒരു ഓണറും പോലെയാ. നീ എന്താ പറഞ്ഞു വരുന്നേ മോളെ? ഇതൊക്കെ നടക്കണ കാര്യാണോ? അച്ഛാ, എന്തെങ്കിലും ഒരു റിസ്ക് നമ്മൾ എടുത്തില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ശരിയാ. ഇവിടെ ഒന്നും ചെയ്യാണ്ട് എങ്ങനെ ഇരിക്കുന്നേക്കാളും നല്ലതാ എന്തേലൊക്കെ ജോലിക്ക് പോണത്. എത്ര കാലം വെച്ചാ ഈ ചെറിയ ജോലിയും കൊണ്ട് നടക്കുന്നേ? മുത്തശ്ശി ഒന്നും ഓർത്ത് പേടിക്കണ്ട, എല്ലാ കാര്യവും ഞാൻ നോക്കിക്കോളാം. നല്ല കൈ നിറയെ സമ്പാദിക്കണം. അത് കഴിഞ്ഞ് ഞാൻ മുത്തശ്ശിക്ക് വേണ്ടി ഒരു സ്വർണ്ണവള വാങ്ങിത്തരും. അമ്മയ്ക്ക് കഴുത്തിലിടാൻ നല്ലൊരു മാല വാങ്ങിത്തരും. പിന്നെ അച്ഛനുണ്ടല്ലോ, ഈ TV റിപ്പയർ ചെയ്യുന്ന ജോലി നിർത്തിയിട്ട് സമാധാനായിട്ട് റിലാക്സ് ചെയ്യിപ്പിക്കും ഞാൻ. ആ, നിന്റെ ഈ സംസാരം കേട്ടപ്പോ തന്നെ ഞങ്ങളുടെ വയറ് നിറഞ്ഞു. പക്ഷെ എന്നാലും ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ നോക്കാം. അമ്മയ്ക്ക് അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും പുച്ഛാണല്ലോ. പൂർണി, എന്താ മോളെ പറ്റിയേ? എന്താ വല്ലാതിരിക്കുന്നേ? അതൊന്നുമില്ല അച്ഛാ. പിന്നെ എന്താ ഈ ആലോചിക്കുന്നേ? അമ്മ, ഞാന് നാളെ തൊട്ട് ആ ജോലിക്ക് പോകുന്നില്ല. ഏ പൂർണി, എന്താ നീ പറയുന്നേ? തമാശയാണോ? ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. ഞാൻ ആ ജോലിക്ക് വരുന്നില്ല. എന്തു പറ്റി? എന്താ പോവാത്തെ? അതുകൊണ്ട് ഇന്ന് മുതൽ എന്നെ ഓണറായി കണക്കാക്കി ഞാൻ പറയുന്നത് പോലെ കേട്ടിട്ട് അതുപോലെ തന്നെ ചെയ്യണം. ഏ പൂർണി, നിന്നോടല്ലേ ചോദിക്കുന്നേ? രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഞാനും ജോലിക്ക് പോവും, ഞാനും സമ്പാദിക്കുന്നൊക്കെയല്ലേ പറഞ്ഞേ? ഇപ്പൊ ജോലി കിട്ടിയിട്ട് ഒരു ദിവസം ആയതല്ലേ ഉള്ളൂ. ഇനി പോകുന്നില്ലെന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവും? അവിടെ എന്തേലും പ്രശ്നമുണ്ടോ? ഇല്ല, എനിക്ക് ആ ജോലി ഇഷ്ടപ്പെട്ടില്ല. ഏയ്, ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ. ആദ്യം പറഞ്ഞപ്പോ നീ എല്ലാ കാര്യം സമ്മതിച്ചല്ലേ. ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞല്ലേ. എനിക്ക് ഇഷ്ടമില്ലാത്ത ജോലി എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. എന്നെ വിട്ടേക്ക്. നീ ജോലിക്ക് പോകണമെന്നൊന്നും ഞങ്ങള് പറഞ്ഞിട്ടില്ല മോളെ. എന്നാ ആദ്യ ദിവസം കൊണ്ട് തന്നെ വേണ്ടെന്ന് വെക്കുമ്പോ അതാ എനിക്ക് മനസ്സിലാവാത്തെ. വേറെ എന്തെങ്കിലും കാരണമുണ്ടോ മോളെ? അങ്ങനൊന്നും ഇല്ല അച്ഛാ. ശരി ശരി, അത് വിട്ടേക്ക്. പിന്നെ നമുക്ക് സംസാരിക്കാം. ഇപ്പൊ ഭക്ഷണം കഴിക്ക്. എന്തിനാ പൂർണി ജോലിക്ക് വരില്ലെന്ന് പറഞ്ഞ്? ചെലപ്പോ ഇവള് ഇന്ന് നടന്ന കാര്യം ഓർത്തായിരിക്കും. എല്ലാം ശരിയാവുമായിരിക്കും. നോക്കാം. എന്താ അമ്മേ, നന്നായിട്ട് കഴിച്ചല്ലോ അല്ലേ? എന്താടാ നീ എന്തോ സമ്പാദിച്ച പോലെ സംസാരിക്കുന്നെ? ഭക്ഷണം കഴിക്കാനല്ലേ ഉണ്ടാക്കി വച്ചിരിക്കുന്നെ? കുരുത്തം കെട്ടവൻ.
അമ്മയോട് ചോദിക്കേണ്ട ചോദ്യമാണോ ഇത്? പിന്നെ ചോദിക്കാണ്ടിരിക്കാൻ പറ്റുമോ? രാവിലെ എണീറ്റ് കഴിക്കും, കിടക്കും, ഉറങ്ങും, ഇത് തന്നെ സ്കീമിൽ പോയിക്കൊണ്ടിരിക്കുക. കനകത്തിന് അമ്മ വേദനിച്ച് പറ്റതല്ലേ? അവളുടെ വേദന വല്ലതും അമ്മ അറിയുന്നുണ്ടോ? അതിന്റെ വേദന പിന്നെ എനിക്കല്ലാതെ നിനക്കാണോ അറിയാവുന്നേ? അതിരിക്കട്ടെ, അവക്കിപ്പോ വേദനിക്കാൻ മാത്രം എന്താ കാര്യം? നമ്മുടെ ആ ബാലാജിയുടെ കാര്യങ്ങൾ ഓർത്തിട്ടാണ് അവൾക്കിപ്പോ വിഷമം. ഗോവിന്ദന്റെ കാര്യം അവൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇവനെങ്ങാനും മൂത്തവനെ പോലെ ഏതെങ്കിലും പെണ്ണുങ്ങളെയും വിളിച്ചുകൊണ്ട് വരുമെന്നുള്ള ഒരൊറ്റ ടെൻഷനിലാ പാവം എല്ലാ സമയത്തും. പെണ്ണാരാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞില്ലായിരുന്നു നമ്മോട്. ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ. ആ, കണ്ടുപിടിക്കാം. നിങ്ങൾ സാവധാനം വെറ്റിലേം പാക്കൊക്കെ ചവച്ചുകൊണ്ടിരിക്കും. അവൻ കല്യാണവും ചടങ്ങുകളൊന്നും നടത്താതെ ഏതെങ്കിലും പെണ്ണുങ്ങളെയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നോളൂ. അല്ലെങ്കിൽ തന്നെ മൂത്തവൻ ഒരു പെണ്ണിനെയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോ തന്നെ സ്ത്രീധനം കിട്ടില്ല എന്നുള്ള വിഷമത്തില് പെങ്ങൾ ഇപ്പോഴും നന്നായിട്ട് ദുഃഖിച്ചിരിക്കുക. ഈ ഗോവിന്ദൻ എപ്പോ എന്ത് ചെയ്യുമെന്ന് ആർക്കും അറിയില്ല. ഇനി മൂന്നാമത്തവന്റെ കുരുത്തക്കേടും കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏതൊരു പെണ്ണിന്റെ വലയിൽ അവനും വീണു. ആ പെണ്ണാരാന്ന് ആദ്യം കണ്ടുപിടിക്കേ. ഞാൻ കണ്ടുപിടിച്ച് തരാടാ. ഇങ്ങോട്ട് നോക്കിയേ. ഇവിടെ ഇങ്ങനെ കുത്തിയിരുന്നാലേ ഇതൊന്നും നടക്കത്തില്ല. എനിക്ക് അടുത്ത 10 മിനിറ്റ് കൊണ്ട് ആ പെണ്ണാരാണെന്ന് ഇപ്പൊ അറിയണം. അതേ, ചെന്നിട്ട് എന്തെങ്കിലും നൈസായിട്ട് സംസാരിച്ച് ആ പെണ്ണിനെ കണ്ടുപിടിക്കാൻ നോക്കും. ചെല്ലമ്മേ. ഓ എന്റെ ദൈവമേ, ഞാൻ അങ്ങോട്ട് പൊക്കോളാടാ. എപ്പ നോക്കിയാലും തീറ്റ. പൂർണി, നിനക്ക് എങ്ങനത്തെ ചെറുക്കനെ വേണ്ടേ? എനിക്ക് കുറച്ച് വണ്ണമുള്ള പെൺകുട്ടികളെ ഇഷ്ടം. നല്ല ബൊമ്മക്കുട്ടി പോലെ ഇരിക്കണം. പിന്നെ ദേഷ്യപ്പെടുമ്പോഴേ കാണാൻ നല്ല ഭംഗി ഉണ്ടാവണം.